നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക, കാല് ഇത്രയാണ് മേടം രാശിയിൽ പെടുന്നത്. ആ മേടം രാശിക്കാരിൽ പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ വർക്കോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുകൂല സമയമാണ്. ഒരു അഡീഷണൽ ഇൻകം അതിനു വേണ്ടി പ്ലാൻ ചെയ്താൽ അത് വിജയിക്കുമെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനുള്ളൊരു സാമർഥ്യവും ധൈര്യവും നമ്മൾ കുറച്ചുണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ്. സമയം ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ അതുകൊണ്ടുള്ള മെച്ചം വളരെ വലുതായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർക്ക് അത് ചെയ്യാനുള്ള അനുകൂല സാഹചര്യം കാണുന്നുണ്ട്. വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി അത് അനുകൂലമായിട്ട് നടക്കാനുള്ള ഈശ്വരാധീനം ലഭിക്കാനുള്ള ഈശ്വരാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് മുരുകസ്വാമിക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം. 5 വെള്ളിയാഴ്ചയെങ്കിലും സൂക്ത അർച്ചന നടത്തുന്നത് വളരെ വിശേഷമാണ്. തടസ്സങ്ങൾ ഒരു പരിധിവരെ നമ്മളെ ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സ്വാധീനം തുണയാകും, യാതൊരു സംശയമില്ല. ഇടവം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ ദൈവാധീനം കാണുന്നുണ്ട്. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ അത് സെറ്റിൽമെൻറ്റ് ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. കുറച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വിട്ടുവീഴ്ചയും കൂടി വേണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ജാതകദോഷ ഫലങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് കാളഹസ്തി ദോഷ പരിഹാര പ്രായശ്ചിത്തം ചെയ്യണമെന്നില്ല. കാളഹസ്തിയിൽ പോയിട്ട് രാഹു കേതു പൂജ ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ള ഫലം നമുക്ക് നേടിത്തരും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൊഴിൽ മേഖലയിൽ ചില അരക്ഷിതാവസ്ഥ നമ്മളെ ബാധിക്കുന്നത് മാറ്റി ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോഷൻ, സാമ്പത്തിക മെച്ചവും അവകാശവും ലഭിക്കുന്നതിന് അനുകൂല സാഹചര്യം ദൈവാധീനത്താൽ കാണുന്നുണ്ട്. ഇടവൻ രാശിക്കാരിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാമ്പത്തിക അധിക ചെലവുകൾ നിരന്തരം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ ഇനിയും വന്നുകൂടായില്ല. ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി നമ്മൾ കാത്തു സൂക്ഷിച്ചേ പറ്റും. മകര, തിരുവാതിര, പുണർതത്തിൽ, മുക്കാൽ, മിഥുന രാശി. മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. ചില സ്നേഹബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പുകൾ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്ന അവസ്ഥ, ബ്രേക്കപ്പ് ആവുന്ന അവസ്ഥ കാണുന്നുണ്ട്. അതിൽ ദുഃഖിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണ, നുണ എന്നൊക്കെ ആയിരിക്കാം ഇതിൻ്റെ കാര്യകാരണങ്ങൾ. അതിനെ അന്വേഷിച്ച് നമ്മൾ കലുഷിതമായിട്ടും കാര്യമില്ല. പക്ഷേ ഇതിൽ നിന്നുണ്ടാകുന്ന ഷോക്ക് അല്ലെങ്കിൽ ടെൻഷൻ അത് നമ്മൾ മറികടക്കണം. ഇതിന് അമൃതശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് തന്നെ ധരിക്കേണ്ടത് ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒരു പരിധിവരെ നമ്മളെ ബാധിക്കാതെ നമ്മുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം അനുകൂലമാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളിലുണ്ടാകുന്ന തെറ്റിദ്ധാരണ അല്ലെങ്കിൽ സംശയം അത് പരിഹരിച്ച് ദൂരീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മീറ്റിംഗ് നമ്മൾ പരസ്പരം ധാരണയോടുകൂടി സംസാരിച്ച് വിട്ടുവീഴ്ചയോടുകൂടി തെറ്റ് ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പോകേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. പാർട്ട്ണർഷിപ്പ് മേഖലയിൽ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സാഹചര്യവും ഘടകവും നമുക്ക് തുണയായിട്ട് വരാൻ സാധ്യത ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഗൃഹത്തിലുണ്ടെങ്കിൽ അത് വാസ്തു ബലിപൂജ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ ആവക ദോഷങ്ങൾ ഗൃഹത്തിലായിരുന്നാലും സ്ഥാപനത്തിലായിരുന്നാലും അതുമൂലം ഉണ്ടാകുന്ന ദോഷങ്ങളും നഷ്ടങ്ങളും കോട്ടങ്ങളും വ്യതിയാനങ്ങളും പോസിറ്റീവായിട്ട് മാറ്റാണ് ദൈവാധീനം കാണുന്നുണ്ട്. പുണർതത്തിൽ കാൽ, പൂയം, ആയില്യം, കർക്കടക രാശി.
ഇൻവെസ്റ്റ്മെൻറ്റ് സാഹചര്യങ്ങൾ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കി മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധയും കരുതലും ഇല്ലെങ്കിൽ കോട്ടങ്ങൾ നമുക്ക് നഷ്ടങ്ങളിലേക്ക് വരും, യാതൊരു സംശയമില്ല. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചുള്ള ഒരു ആശ്വാസമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. 1-2 ഇടപാടുകൾ, ഡീലിങ്സ് നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവരെ, കോൺട്രാക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പുതുതായിട്ടുള്ള നല്ല ഓപ്പർച്യൂണിറ്റി, പുതുതായിട്ടുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക്, 1-2 വർക്ക് നമുക്ക് അനുകൂലമായിട്ട് വരാനും മുമ്പുള്ള ദോഷങ്ങൾ, നഷ്ടങ്ങൾ പരിഹരിക്കാനും ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. കർക്കിടക രാശിക്കാർക്ക് ശിവഭഗവാനെ പൂജിക്കുന്നത് വളരെ വിശേഷമാണ്. ശിവന് ഏറ്റവും ഇഷ്ടം ധാരയാണ്, ജലധാര. അതൊരു 3 തിങ്കളാഴ്ചയെങ്കിലും ചെയ്താൽ വലിയ വലിയ ടെൻഷനും മറ്റു കാര്യങ്ങളും ലഘൂകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഭഗവാന്റെ അനുഗ്രഹം, പാത്രീഭാവം, യാതൊരു സംശയമില്ല. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ചില ആൾക്കാരുമായിട്ടുള്ള സഹകരണം, ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അതല്ലെങ്കിൽ പല കാര്യങ്ങളിലും നമുക്ക് നഷ്ടവും കോട്ടവും വന്നുകൂടായികയില്ല. അതിൽ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ തർക്കം, വഴിത്തർക്കം, അതിര് തർക്കം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു 3-ാം സ്ഥാനം ആളിനെ കൊണ്ട് തന്നെ സംസാരിച്ചൊരു സെറ്റിൽമെൻറ്റിലേക്ക് വരുന്നതായി അഭികാമ്യം. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ ചില വെല്ലുവിളികൾ ബാധിക്കാം. നമ്മൾ പൂട്ടിക്കെട്ടി പോകാൻ കാത്തിരിക്കുന്ന ചില ശത്രുക്കളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതനുസരിച്ചുള്ള ശത്രുദോഷം, ചില ജിന്നിൻ്റെ ബന്ധനങ്ങൾ അങ്ങനെയൊക്കെ ബാധിച്ച് നമ്മുടെ ആ പ്രസ്ഥാനത്തെ, നമ്മുടെ സ്ഥാപനത്തെ വല്ലാതെ വലയ്ക്കുന്ന സാഹചര്യം വന്നുകൂടായികയില്ല. അതിനൊരു കരുതൽ നമ്മൾ വേണം. അതിന് മഹാസുദർശന കവച മന്ത്രം തന്നെയാണ് ഏറ്റവും നല്ലത്. അത് സ്ഥാപനത്തിൽ വെച്ചിട്ട് നെയ്വിളക്ക് കത്തിച്ചാൽ ഒരു പരിധിവരെ അതൊക്കെ നെഗറ്റീവ്സിനെയൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, യാതൊരു സംശയമില്ല. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു വിവാഹ കാര്യത്തിന് താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം, ആദ്യത്തെ പാർട്ട്ണർ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുകയോ ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു ലൈഫ് പാർട്ട്ണർ വേണം എന്ന് താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബവും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു ബന്ധം, അത് പെൺകുട്ടിക്കായിരുന്നാലും പുരുഷനായിരുന്നാലും നമ്മൾ തേടിയാൽ കണ്ടെത്താൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചിങ്ങമാസത്തിനകത്ത് ശരിയായിട്ടുള്ളൊരു ബന്ധം ഉറയ്ക്കാനും നടക്കാനും ദൈവാധീനം അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. ഉത്രത്തിമുക്കാല്, അത്തം, ചിത്തിരത്തര, കന്നിരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില വെല്ലുവിളി, ഏതെങ്കിലും ഒരു പോയിൻ്റ്, ഏതെങ്കിലും ഒരു പേപ്പർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം കുറച്ച് നമ്മളെ വലയ്ക്കുന്ന സാഹചര്യം, അത് അരിയറാവോ ഇല്ലയോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അത് വരാൻ പാടില്ല. കംപ്ലീറ്റ് നമുക്കത് പ്ലസ് ചെയ്തന്നെ എടുക്കണം. ഇതിനുള്ള ഒരു ത്വരിത കവച മന്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കതിന് വേണ്ടി കോൺഫിഡൻസും ധൈര്യവും ശുഷ്കാന്തിയും വരുന്നതിന് വേണ്ടിയിട്ട് വിദ്യാ സരസ്വതി കവച മന്ത്രം തന്നെ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. വെറുതെ 6 മാസമോ 1 വർഷമോ നമുക്ക് ലോസ് വരാൻ പാടില്ല. അതോടൊപ്പം ടെസ്റ്റ് എഴുതി ലിസ്റ്റിലായിട്ട് വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക. അതോടൊപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞു സെലക്റ്റായി വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കണം. കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ മേഖല പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. പോയാൽ മെച്ചം ഉണ്ടാകാനും അതനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് 1 വർഷത്തിനകത്ത് തന്നെ നമുക്കൊരു കരയ്ക്കെത്താനും ദൈവാധീനം കാണുന്നുണ്ട്. ചിത്തിരത്തര, ചോതി, വിശാഖത്തി, മുക്കാൽ, തുലാം രാശി. ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള തെറ്റിദ്ധാരണ നമ്മളായിട്ട് തന്നെ ഒഴിവാക്കിയെടുക്കണം, അതിനാവശ്യം. അതോടൊപ്പം തന്നെ രോഗബന്ധനങ്ങൾ കാണുന്നുണ്ട്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് 40 വയസ്സിന് മേലെ 60 വയസ്സിനകത്തുള്ള അമ്മമാരിൽ, സ്ത്രീജനങ്ങളിൽ
ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ളൊരു സാഹചര്യം വന്നുകൂടായികയില്ല. അപ്പം അതനുസരിച്ച് സ്പെഷ്യൽ ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിൽ നീട്ടിവെക്കുന്നത് മാറ്റിവെച്ച് ഉടനടി അത് ചെയ്യണം. അത് സിസ്റ്റിൻ്റെയോ അതല്ലെങ്കിൽ തൈറോയിഡിൻ്റെയോ അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഡോക്ടറെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമായിട്ട് ചെയ്യുന്നത് അഭികാമ്യമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം മഹാമൃത്യുഞ്ജയ കവച മന്ത്രം പൂജിച്ച് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മഹാമൃത്യുഞ്ജയ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സാഹചര്യം പ്രധാനമാകും. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ജാമ്യ വ്യവസ്ഥയിൽപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കരുതൽ വേണം. കാരണം നമ്മൾ സമാധാനം പറയേണ്ട സാഹചര്യങ്ങൾ വീണ്ടും നമ്മളെ പ്രഷർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സ്ഥാപനത്തിൽ നിന്ന് ബാങ്കിൽ നിന്ന് വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ശ്രദ്ധയും കരുതലും വേണം. വിശാഖത്തേക്കാൾ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം കാണുന്നുണ്ട്. എക്സാം ടൈമിൽ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, ധൈര്യമില്ലായ്മ, ടെൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം തേടേണ്ടതുണ്ട്. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില ആത്മബന്ധങ്ങൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആകുന്ന സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നത് കൈവെള്ളയിൽ വന്നിട്ട് വഴുതിപ്പോകുന്ന സാഹചര്യങ്ങൾ നിരന്തരം നമ്മളെ ബുദ്ധിമുട്ടിക്കും, മനക്ലേശം ഉണ്ടാക്കിക്കും. അപ്പോൾ ഇതിനൊരു പ്രായശ്ചിത്ത പരിഹാരമായിട്ട് ചെയ്യേണ്ടതെന്തെന്നാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ്. ഗുരുതി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് രക്തപുഷ്പാഞ്ജലി തന്നെയാണ്. അതൊരു 11 ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ 11 വെള്ളിയാഴ്ചയോ ചെയ്യുന്നത് ഈ കാലഘട്ടം നമുക്ക് തരണം ചെയ്യാനും ദൈവാധീനം അനുകൂലമാവാനും തുണയാകും, യാതൊരു സംശയമില്ല. മൂലം, പൂരാടം, ഉത്രാടത്തെക്കാല് ധനുരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യൻ്റെ കാലഹോരിയും ഗുരുവിൻ്റെ കാലഹോരിയും തിരഞ്ഞെടുക്കുന്നത് ഉചിതം. പോകുന്ന കാര്യങ്ങൾ വ്യക്തതയും നഷ്ടബോധവും വരാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളിൽ ഇട്ടെറിഞ്ഞിട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ടെൻഷൻ അനുഭവിക്കുന്നവർ, വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സാമ്പത്തിക ബ്ലോക്ക് കാണുന്നവരെ സംബന്ധിച്ചോളം, അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടതുണ്ടോ എന്ന് സംശയിച്ച് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാനുള്ള അനുകൂലം കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്ന് നമുക്ക് ഹെൽപ്പ് വരാനും അതനുസരിച്ചിട്ട് സെലക്ട് ആവാനും കാര്യങ്ങൾ പറ്റും. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകിച്ച് അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനമുണ്ട്. ഇവിടെ അഷ്ടനീരാഞ്ജനം ശാസ്താവിന് അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി നീരാഞ്ജനം 8 ശനിയാഴ്ച ചെയ്യുന്നത് ഈ തടസ്സങ്ങൾ മാറി ശനിപാപ ബന്ധന ദോഷങ്ങൾ മാറുന്നതിന് അനുകൂല സ്ഥിതി ഉണ്ടാകും. ഉത്രാടത്തി മുക്കാല് തിരുവോണം അവിട്ടത്തര മകരരാശി. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ കുറേ കാലം മുൻപേ നമ്മളെയും വീട്ടിനെയും വലയ്ക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും വീണ്ടും അത് തലപൊക്കാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതിലെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാര ബന്ധന ദോഷം മുമ്പുണ്ടായിട്ടുള്ളത് വീണ്ടും പല കാരണങ്ങളെ തടസ്സപ്പെടുത്താനുള്ള സാഹചര്യം വന്നുകൂടായികയില്ല. പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ ഇതിനു മുൻപ് കാര്യങ്ങളെ വലിക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനിടയ്ക്ക് 2 തവണ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട അവസ്ഥ വീട്ടിൽ 2 തവണ 2 പേർക്കായിട്ട് തരണം ചെയ്ത് കഴിഞ്ഞു, ആക്സിഡൻറ്റ് ഉൾപ്പെടെ. ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യവും ദൈവാധീനത്താൽ കുഴപ്പമില്ലാതെ മാറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ശ്രീ രാജരാജേശ്വരി കവചിത ചക്രം ഗൃഹത്തിൽ വെച്ചിട്ട് 41 ദിവസം നെയ്വിളക്ക്, ഈ അരക്ഷിതാവസ്ഥ, ബുദ്ധിമുട്ട്, ടെൻഷൻ, ശത്രുദോഷം ഇതെല്ലാം ഒരു പരിധി വരെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കിട്ടും. ശ്രീ രാജരാജേശ്വരി കവചിത ചക്രം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുക.
അവിട്ടത്തര, ചതയം, പുരുരുട്ടാതി, മുക്കാൽ കുംഭരാശി. കുംഭരാശിക്കാരിൽ ദൈവാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഗൃഹത്തിനകത്ത് നെഗറ്റീവ്സ് കാണുന്നവരെ സംബന്ധിച്ചോളം, ഇടയ്ക്കിടയ്ക്ക് മുമ്പുണ്ടായി അതിൻ്റെ അനുഭവം ഉള്ളവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതിൽ നിറയെ ചില്ല് ഉടഞ്ഞു പോവുക, പടത്തിൻ്റെയോ മുഖം നോക്കുന്നതോ അലമാരയുടെയോ ജനലിൻ്റെയോ ടീപ്പോയുടെയോ ചില്ലുടഞ്ഞ് ആ ചില്ല് ഉടഞ്ഞത് മാറ്റിയിടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അഗ്നി ബന്ധനങ്ങൾ വരിക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അരി വടിക്കുമ്പോഴോ ഈ തരത്തിൽ അഗ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതുപോലെ മൃഗങ്ങൾ പെട്ടെന്ന് ചത്തുപോവുക, നായായിരുന്നാലും പൂച്ചയായിരുന്നാലും പശുവായിരുന്നാലും പ്രാവായിരുന്നാലും ഏതായിരുന്നാലും അത് നമ്മളെ ബാധിക്കേണ്ട ദോഷങ്ങൾ മാറുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും നമുക്കത് ഒരു നെഗറ്റീവ് സിംറ്റമാണ് വരുന്നത്. പാവക ദോഷങ്ങൾ കാണുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അതിനൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ അമൃത തൃശൂലിനി കവചിത മന്ത്രം പൂജിച്ച് കലശത്തിലാക്കി കന്നി രാശിയിൽ സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ആ വക ദോഷങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനായിട്ട് കണക്കുകൂട്ടാം. പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, മീനം രാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയം തന്നെയാണ്. പ്രസ്ഥാനമായിരുന്നാലും സ്ഥാപനമായിരുന്നാലും സംഘടനയായിരുന്നാലും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. വെല്ലുവിളികളുണ്ട്, ആ വെല്ലുവിളിയിൽ തരണം ചെയ്യാൻ പറ്റും. ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ്. വാഹനം വാങ്ങാനോ പുതുതായിട്ട് വാങ്ങാനോ ചേഞ്ച് ചെയ്യാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. മുടങ്ങിക്കിടക്കുന്ന ചില വസ്തു ഇടപാടുകൾ ബ്ലോക്കായി കിടക്കുന്നത് അനുകൂലമായി നടക്കാനുള്ള സാധ്യത കാണുന്നു. ഡീലിങ്സ്, ഇടപാടുകൾ, എഗ്രിമെൻറ്റുകൾ പോസിറ്റീവായിട്ട് നമുക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗുരുവിൻ്റെയും ശനിയുടെയും മൗഢ്യയോഗം നിൽക്കുന്നുണ്ട്. മറ്റാരുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ പോയാൽ അത് നടക്കും, സ്വന്തം കാര്യമാണ് തടസ്സം. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട്, ഇതൊക്കെ അഭിനയിക്കുകയാണ്. നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാൻ പറ്റും. സാമ്പത്തികമായിട്ട് കയ്യിലില്ലെങ്കിലും സാമ്പത്തികം കിട്ടേണ്ട വഴികളും കിട്ടേണ്ട ന്യായമായിട്ടുള്ള അവകാശങ്ങളും ഉണ്ട്, പക്ഷെ അതെല്ലാം ബ്ലോക്കായി നിൽക്കുന്നു. ഈ വക തടസ്സങ്ങൾ മാറണം. അഷ്ടൈശ്വര്യ ഉപചാര പൂജ ചെയ്ത് ലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുക, കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ നിരന്തരം വരുന്നതൊന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല, നടക്കുന്നില്ല. നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ലൈഫ് പാർട്ട്ണറെ നമുക്ക് കണ്ടെത്തി അത് നടക്കാതിരിനം തുണയായിട്ട് കാണുന്നുണ്ട്. ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. അതുപോലെ തന്നെ സന്താന ഭാഗ്യം 2 വർഷമായി 4 വർഷമായി 7 വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെ ഗൃഹത്തിൽ ഭാഗ്യസൂക്ത പൂജ ചെയ്ത് സമ്പാദം, ഹോമസമ്പാദം വ്രതശുദ്ധിയോടുകൂടി കഴിക്കുക. തീർച്ചയായിട്ടും 3 മാസത്തിനകത്ത് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള മാറ്റം നമുക്ക് അനുഭവപ്പെടും. സന്താനയോഗത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ലക്ഷണം. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച. എല്ലാവർക്കും